ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കീബോർഡ് പഠിക്കാൻ എളുപ്പമാണോ എന്നുള്ളൊരു ടോപ്പിക്കിലാണ്. പഠിക്കാൻ എളുപ്പമാണോ എന്നുള്ള ചോദ്യം നമുക്ക് നമ്മുടെ പ്രസക്തമല്ല. നമ്മൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം നമുക്ക് കുറേയധികം നമുക്കിങ്ങനെ കുറേ നോട്ട്സുകളുണ്ട്. ഇങ്ങനെ നമുക്ക് നോട്ടുകളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മുന്നിൽ ഇരുന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. നമ്മൾ ഒരു 5 മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്, ചിലപ്പോൾ 10 മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്, 20 മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരു 20 to 25 മിനിറ്റ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അത് പ്രായമൊന്നും അതിലൊന്നുമില്ല. കൊച്ചുകുട്ടികളായാലും മുതിർന്നവരായാലും ആർക്കായാലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ചിലർ മുതിർന്നവരായാലും എനിക്ക് പ്രായമുണ്ട് പഠിക്കാൻ പറ്റും, അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ഒന്നുമില്ല. അങ്ങനെയുള്ള പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ നോട്ടുകൾ മുന്നിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ നോട്ടുകൾ നമ്മൾ വായിച്ചെടുക്കുകയാണ്. ഈ നോട്ടുകളൊക്കെ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ലാംഗ്വേജാണ്. നമുക്ക് ഈ ലാംഗ്വേജ് നമ്മൾ പഠിപ്പിക്കും. ഈ ലാംഗ്വേജിലൂടെയാണ് നമ്മൾ ഇതിപ്പോൾ ഒരു കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പർട്ടിക്കുലർ സിലബസ് ആണിത്. അപ്പോൾ ഈ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ള സിലബസ് ഈ നമ്മൾ പഠിപ്പിക്കുന്നു. ഈ മുതിർന്നവർ വന്നാൽ അതിന് ആ രീതിയിൽ പഠിപ്പിക്കുന്നു. അപ്പോൾ അവരൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അല്ല വളരെ പാടായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലാണ് നമുക്ക് പാട് വരുന്നത്. അപ്പം ഇൻസ്ട്രുമെന്റ് പഠിക്കാൻ ഇപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരാൾക്കും പ്രാക്ടീസ് ചെയ്ത് വായിച്ചെടുക്കാൻ പറ്റും. അതിന് അങ്ങനെ നമ്മൾ വായിക്കാൻ നമുക്ക് സിമ്പിളായിട്ട് വായിക്കാൻ പറ്റും. അല്ലാതെ പേടിയോട് കൂടി നമുക്ക് മുന്നിട്ട് നടക്കേണ്ട കാര്യമില്ല. സോ നിങ്ങളും പഠിക്കാൻ തുടങ്ങുക. അപ്പോൾ ഇങ്ങനെ നോട്ടുകൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് തുടക്കം തൊട്ട് നല്ല പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.